ഇന്നത്തെ സന്ധ്യയിൽ ചിന്തയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-8 വാക്യങ്ങളാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. ഈ പെസഹായിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മളോട് ഓരോരുത്തരുമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. പഴയ പുളിമാവിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് പുതിയ പിണ്ഡമാകുവാൻ തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പഴയതിനെ മുറുക്കെ പിടിച്ച്, പഴയ ഇഷ്ടങ്ങളെ മുറുക്കെ പിടിച്ച്, മാറ്റപ്പെടാൻ ആഗ്രഹിക്കാത്ത ഇമ്പങ്ങളെ മുറുകെ പിടിച്ച്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയും ഞാൻ ദൈവത്തെ സ്തുതിക്കും എന്ന് പറയുന്ന പഴയ പുളിമാവിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, ഒരുപക്ഷെ എൻ്റെ പുളിമാവ് എൻ്റെ നിയന്ത്രിക്കാൻ പറ്റാത്ത കോപമായിരിക്കാം. ഒരല്പം പുളിമാവ് മതി പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുവാനെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. 2 പ്രത്യേകതകളാണ് അതിനുള്ളത്. ഒന്ന്, നാം ആകുന്ന കർത്താവിൻ്റെ മന്ദിരമാകുന്ന ആ ഒരു മാവിനെ മുഴുവൻ നശിപ്പിക്കുവാൻ ആ ഒരു പുളിമാവ് മാത്രം മതി. പിന്നെ പുളിമാവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. പുളിമാവ് ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ അത് താഴേക്ക് നിറഞ്ഞ് കവിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ കവിയുന്നതാകാം ഒരുപക്ഷെ നമ്മുടെ വരുവാനുള്ള തലമുറ. വീണ്ടും ഒരു ശേഷിപ്പായി നമ്മളുടെ സ്വഭാവങ്ങൾ, നമ്മുടെ രീതികൾ, നമ്മുടെ ഇച്ഛകൾ നമ്മളിൽ നിന്ന് അനന്തര തലമുറയിലേക്ക് നമ്മൾ പോലും അറിയാതെ പകർത്തപ്പെടുകയാണ്. അതുകൊണ്ടാണ് സ്ലിഹ ഈ സന്ധ്യയിൽ നമ്മളോട് പറയുന്നത്, നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുകയേ നിവർത്തിയുള്ളൂ. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ഫോർ ഇൻഡീഡ് ക്രൈസ്റ്റ് അവർ പാസ്ഓവർ വാസ് സാക്രിഫൈസ്ഡ് ഫോർ us. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പെസഹ കുഞ്ഞാടായിരിക്കുകയാണ്. നാം പഴയ പുളിമാവ് കൊണ്ടല്ല. എന്താണ് പഴയ പുളിമാവിൻ്റെ പ്രത്യേകത? തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഈ പെസഹ ആചരിപ്പാൻ ഒരുക്കപ്പെട്ടവരാണോ എന്നുള്ളതാണ് ഈ സന്ധ്യയിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യം. എന്നിൽ ഒരു മാറ്റം, ഈ ദുഷ്ടതയും തിന്മയുമായ ആ പുളിമാവ് വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉത്ഥാന പെരുന്നാളിലേക്ക്, ഇന്ന് രാത്രിയിൽ നടക്കുന്ന പെസഹ പെരുന്നാളിലേക്ക് കർത്താവിനോടൊപ്പം കയറുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു മാറ്റം വേണം. എന്തായിരുന്നു യഹൂദനെ സംബന്ധിച്ച് പെസഹ? ദ പാസ് ഓവർ. യഹൂദനെ സംബന്ധിച്ച് കടന്നുപോക്കാണ് പെസഹ. എന്തിൻ്റെ കടന്നുപോക്കാണ്? 430 വർഷത്തെ അടിമ ജീവിതത്തിലായിരുന്ന അവൻ്റെ വിടുതലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവൻ ആചരിക്കുന്ന ഉത്സവമായിരുന്നു പെസഹ പെരുന്നാള്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. സംഹാരദൂതൻ ഭവനത്തിൻ്റെ മുൻപിൽ കൂടി കടന്നു പോകുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ചിരിക്കുന്ന ഭവനത്തിൽ നിന്ന് മരണമില്ലാതെ ഞാൻ ഒഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് 2 വർഷങ്ങളായിട്ട് മരണം നമ്മളുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മളുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നു. പ്രായഭേദമില്ലാതെ, രാജ്യഭേദമില്ലാതെ, വർഗഭേദമില്ലാതെ, വർണ്ണഭേദമില്ലാതെ മരണം കടന്നു വന്നിരിക്കുക. നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടു, നമ്മുടെ എത്രയോ ഭവനക്കാർ മാറ്റപ്പെട്ടു, നമ്മുടെ എത്രയോ ദേശക്കാർ മാറ്റപ്പെട്ടു. ഇന്നലെ കണ്ട പലരും ഇന്ന് കാണാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച കിടന്നുറങ്ങിയപ്പോൾ കഴിഞ്ഞ ദിവസം ഉച്ചയിൽ സംസാരിച്ച എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടാണ് ഉണർന്നത്. ഫോൺ ഓൺ ചെയ്തപ്പോൾ വീഡിയോ
വീഡിയോ കോളിൽ വരാൻ മാത്രമാണ് അനിയത്തി പറഞ്ഞത്. വീഡിയോ കോളിൽ കാണുന്നത് മോർച്ചറിയിലേക്ക് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യത്തക്കവണ്ണം ഒരുക്കി കിടക്കുന്ന ഒരു മൃതദേഹമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചിയെ അടക്കം ചെയ്തപ്പോഴും മനസ്സിലേക്ക് ഓടി വന്നൊരു കാര്യം, മരണം തൊട്ടു പിന്നാലെയുണ്ട്. ഈ ഒരു പെസഹ ആചരിപ്പാൻ വേണ്ടി എന്നെയും നിങ്ങളെയും ദൈവം ഒരുക്കിയെങ്കിൽ സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞാനും നിങ്ങളും മുദ്ര ചെയ്യപ്പെട്ടവരാണോ എന്നാണ് ഈ സന്ധ്യയിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. പഴയ നിയമത്തിൻ്റെ പെസഹ കടന്നുപോക്കാണെങ്കിൽ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൻ്റെ പെസഹ കടന്നു വരലല്ലേ? സംഹാരദൂതൻ രക്തം പൂശിയ ഭവനത്തിൻ്റെ മുൻപിൽ കൂടി കടന്നുപോയെങ്കിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് ജീവന്റെ അപ്പമായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരികയല്ലേ ചെയ്യുന്നത്? നമ്മളോടൊപ്പം അവൻ വാസം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? ഒരു കടന്നുപോക്കല്ല പുതിയ ഇസ്രായേലിന്റെ പെസഹ, ഒരു കടന്നുപോക്കല്ല നമ്മുടെ ഓരോരുത്തരുടെയും പെസഹ, മറിച്ച് ജീവന്റെ അപ്പമായവൻ നമ്മുടെ ഉള്ളിലേക്കുള്ള കടന്നുവരവാണ്. എന്തായിരുന്നു പഴയ പെസഹായുടെ പ്രത്യേകത? പഴയ പെസഹായിൽ ഇസ്രായേൽ ജനം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുമായിരുന്നു. 2, രക്തത്താൽ അവരുടെ ഭവനം മുദ്ര ചെയ്യുമായിരുന്നു. 3, ഒരുക്കത്തോടും ധൃതിയോടും കൂടെ അവ ഭക്ഷിക്കുമായിരുന്നു. 4, കയ്പു ചീര കൂട്ടി അവർ ആഹാരം കഴിക്കുമായിരുന്നു. 5, മാംസം തിന്നുന്നത് ചുട്ട മാംസമായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഈ പഴയ നിയമ പെസഹ പുതിയ നിയമ പെസഹായുടെ ദൃഷ്ടാന്തം മാത്രമാണെന്ന് നാം മറന്നു പോകരുത്. കുന്നോളം ദുഃഖം ഹൃദയത്തിൽ പേറിക്കൊണ്ട് കടലോളം സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു നാഥൻ നമുക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായിരിക്കുകയാണ്. For indeed Christ our Passover was sacrificed for us. നമുക്ക് വേണ്ടി അവൻ സ്വയം ബലി അർപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. അന്ന് അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ പെസഹ സന്ധ്യ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമ്മുടെ ഭാവനയിൽ നമുക്ക് ഹൃദയം കൊണ്ട് ആ മർക്കോസിൻ്റെ മാളികയിലേക്ക് പോകാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പെസഹ കുഞ്ഞാടായവൻ പെസഹായുടെ ഒരുക്കമായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. തനിക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും പെസഹ ഒരുക്കാമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം. നമ്മുടെ പെസഹ കുഞ്ഞാട് സ്വയം അറുക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ കൈകളിൽ അപ്പവീഞ്ഞുകൾ എടുത്ത് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ ഭവനങ്ങളിൽ ബലിമൃഗങ്ങൾ തങ്ങളുടെ ജീവനു വേണ്ടി നിലവിളിച്ച് പിടയുമ്പോൾ പെസഹായുടെ ഒരുക്ക സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ കുഞ്ഞാട് തൻ്റെ ഹൃദയത്തിൽ ഒരുപക്ഷെ പിടയുകയാണ്. ഈ സന്ധ്യയിലും ഈ പകലിലും നമ്മൾ ഒരിക്കലെങ്കിലും ആ പിടയപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ഹൃദയവികാരങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പെസഹ, നാളെ വ്യാഴം കഴിഞ്ഞ് വെള്ളി കഴിഞ്ഞ് ഈസ്റ്റർ എങ്ങനെ ആഘോഷിക്കണമെന്ന ഒരു ഊണുമേശകളിൽ തിങ്ങി നിൽക്കുന്ന ഒരു ആത്മീയത, ഉത്ഥാന പെരുന്നാളിനേക്കാൾ കൂടുതൽ ഊണുമേശകളിൽ എന്തെല്ലാം നിറയ്ക്കാമെന്നതാണ് നമ്മുടെ ഓരോരുത്തരും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയം വ്യഗ്രത. ആണ്ടുകുമ്പസാരം നടത്തി പെസഹ ഭക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു വെറും വിശ്വാസിയായി പോകാതെ താലത്തിൽ കൈയിട്ട പലരും തങ്ങളുടെ ലക്ഷ്യം മറന്ന് യാത്ര ചെയ്തതുപോലെ ഞാനും നിങ്ങളും യാത്ര ചെയ്യാതിരിക്കണം. ആരാണ് യേശു തമ്പുരാനെന്ന് ഈ വേദപുസ്തകത്തിൻ്റെ ഉടനീളം ഈ ദിവസങ്ങളിൽ നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. നമസ്കാരങ്ങളിലെല്ലാം കടന്നു പോകുമ്പോൾ ആരാണ് ക്രിസ്തുവെന്ന് നാം സ്വയം മനസ്സിലാക്കണം. ഒരിക്കൽ ഒരു ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഈ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുന്ന വേദനകളെക്കുറിച്ച് അവർ കേട്ടിട്ട് ചോദിച്ചു, ഗുരു, ആരാണ് യേശു തമ്പുരാൻ? ഗുരു മറുപടിയായി അവരോടൊരു കഥയാ പറഞ്ഞു കൊടുത്തത്. അവരോട് ഗുരു പറഞ്ഞു, ഒരിക്കൽ ഒരു ഗുരുവിന് കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ട് തങ്ങളുടെ ഭവനങ്ങളിലേക്ക് അവർ തിരികെ പോകുകയായിരുന്നു. തിരികെ പോകും നേരത്ത് ഗുരുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളുടെ ഈ ഗുരുകുലത്തിലെ പഠനങ്ങൾ പൂർത്തിയായോ എന്ന്. ഗുരു മറുപടിയായി പറഞ്ഞു, നിയോഗങ്ങളെ തന്നെത്താൻ മനസ്സിലാക്കുന്നവൻ്റെ പഠനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒടുവിലൊരു ഉപദേശമായിട്ട് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ മടക്കയാത്ര, നിങ്ങളുടെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ കാടും മലയും കുന്നും ഒക്കെ താണ്ടി പോകുമ്പോൾ
നിങ്ങൾ കാടുകളിലേക്ക് ചെല്ലും. ആർക്കും സഞ്ചരിക്കാൻ വയ്യാത്ത ഒരു രാത്രി കടന്നു വരും. അതിനു മുൻപ് കാട് കടക്കുക എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം. ഗുരുവിൻ്റെ മൊഴിയെ മനസ്സിലാക്കി അവരങ്ങനെ അവരുടെ ഗ്രാമത്തിലേക്ക്, അവരുടെ സ്വഭവനത്തിലേക്ക് നടന്നു പോകുകയാണ്. കാടും കുന്നുകളും മലകളും അരുവികളും പൂന്തോട്ടങ്ങളും ഒക്കെ കടന്ന് പ്രധാനപ്പെട്ട കാടിൻ്റെ അരികിൽ കൂടി നടന്നുപോയി. അപ്പോൾ മൂത്തവനായ ശിഷ്യൻ ഇളയവരോട് പറഞ്ഞു, വേഗം നടന്നുകൊള്ളുക. ഗുരു പറഞ്ഞിട്ടുണ്ട്, രാത്രിക്ക് മുൻപ് അപ്പുറം കടക്കേണ്ട ഉത്തരവാദിത്വം, ആ നിയോഗം നമ്മളിന്മേലുണ്ട്. അങ്ങനെ അവരെല്ലാം വേഗത്തിൽ കടന്നപ്പോൾ ദൂരെ നിന്ന് തന്നെ അവർ കാണുകയാണ്, ഒരു പാതി വഴി കഴിഞ്ഞപ്പോൾ വഴി മുഴുവൻ കുപ്പിച്ചില്ലുകളും വഴി മുഴുവൻ മുള്ളുകളും നിറഞ്ഞിരിക്കുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, നമ്മുടെ മുൻപിൽ സന്ധ്യയാണ്, രാത്രിയാകും മുൻപ് നമുക്ക് അപ്പുറത്ത് കടക്കണം, മാർഗങ്ങൾ നമുക്ക് തന്നെ കണ്ടെത്താം. കുറേ പേർ ഓരം ചേർന്ന് നടന്നു, കുറേ പേർ മരങ്ങളെ തമ്മിൽ പിടിച്ചു നടന്നു, കുറേ പേർ വള്ളികൾ പിടിച്ചപ്പുറം കടന്നു. അവരങ്ങ് അപ്പുറം ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇളയവനെ കാണുന്നില്ല, ഏറ്റവും ചെറുതായവനെ കാണുന്നില്ല. അവർ ചോദിച്ചു, അവൻ എന്തിയേ? അവിടെ നിന്ന് വിളിച്ചെങ്കിലും ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് അവനെ കണ്ടെത്തിയില്ല. തിരികെ അവർ അതേ ബദ്ധപ്പാടോടുകൂടി തിരികെ വരുമ്പോൾ കാണുന്നത് ഈ ശിഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ഇരുന്ന് മുട്ടുകുത്തി റോഡിൽ കണ്ട ആ കാനന പാതയിൽ കണ്ട മുള്ളുകളെ പെറുക്കി തൻ്റെ കൈകളിൽ ശേഖരിക്കുകയാണ്, കുപ്പിച്ചില്ലുകളെ പെറുക്കി കൂട്ടുകയാണ്. അവൻ്റെ കൈകളിൽ കൂടി രക്തമൊഴുകുന്നുണ്ടായിരുന്നു. മുട്ടുകുത്തി ഇരിക്കുമ്പോൾ അവൻ്റെ കാലിൽ മുള്ളുകൊണ്ട് അവൻ്റെ കാലിൽ കൂടെ രക്തമൊഴുകുന്നുണ്ടായിരുന്നു. മുള്ളിൻ്റെ അഗ്രങ്ങൾ കൊണ്ട് അവൻ്റെ ശിരസിൽ കൂടി രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവനാണ് യേശു തമ്പുരാൻ. ഇങ്ങനെയായിരുന്നു യേശു തമ്പുരാൻ. അവനോട് മറുപടിയായിട്ട് മറ്റു ശിഷ്യന്മാർ ചോദിച്ചു, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൻ പറയുകയാണ്, ആർക്കും സഞ്ചരിക്കാൻ വയ്യാത്ത ഒരു രാത്രി വരുന്നു എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിച്ചില്ലായിരുന്നോ? നമുക്ക് പിന്നാലെ കടന്നു വരുന്നവർ രാത്രിയിൽ സഞ്ചരിക്കേണ്ടവരാണ്. ഇപ്പോൾ തന്നെ സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നവരുടെ കാലിൽ മുള്ളുകൊള്ളാതെ ഇരിക്കുവാൻ ഞാൻ എന്നെ തന്നെ ത്യാഗം സഹിച്ച് ആ വഴിയിലുള്ള മുള്ളുകൾ മാറ്റുകയായിരുന്നു പ്രിയമുള്ളവരെ എന്ന്. ഇതായിരുന്നു യേശു തമ്പുരാൻ. നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രൻ തൻ്റെ കൈകളെ മുറിക്കുവാൻ, തൻ്റെ കാലുകളെ മുറിക്കുവാൻ സ്വയം തയ്യാറാകുകയാണ്. നമ്മുടെ ഉള്ളിലെ ഉത്ഥാന പെരുന്നാളിൽ നമ്മുടെ ഉള്ളം കൂടെ നിന്നവർ ഒറ്റുകൊടുക്കുമെന്നും കൂടെയുള്ളവർ തള്ളിപ്പറയുമെന്നും ഒക്കെ അറിയുമ്പോൾ നമ്മുടെയൊക്കെ ഭാവം മാറും. പക്ഷെ ക്രിസ്തുവിൻ്റെ ഭാവം അന്നേരം ഒരിക്കലും മാറിയിരുന്നില്ല. 2022 വർഷങ്ങൾക്ക് മുൻപ് മർക്കോസിൻ്റെ മാളികയിൽ ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാം. അവിടെ തൻ്റെ കൈകളിൽ വീഞ്ഞെടുത്ത് കർത്താവ് വാഴ്ത്തിയിട്ട് പറയുകയാണ്, ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു. പരിശുദ്ധ നോമ്പിൻ്റെ ആരംഭത്തിൽ തൻ്റെ ഭവനത്തിൽ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ കർത്താവ് അത് ലോകത്തിൻ്റെ ആവശ്യങ്ങൾ കൊണ്ട്, ലോകത്തിൻ്റെ നേട്ടം കൊണ്ട് ദൈവത്തിൻ്റെ ജനം തൃപ്തിപ്പെടുന്നില്ല എന്ന് കണ്ടിട്ട് തൻ്റെ തന്നെ രക്തത്തെ വീഞ്ഞ് രക്തമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവൻ വീണ്ടും വീഞ്ഞിനെ രക്തമാക്കി ലോകത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സന്തോഷ ഭവനത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിച്ചവൻ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ സന്തോഷത്തിനു വേണ്ടി തന്നെ ഒരുക്കുകയായിരുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, ഒരുപാട് പെസഹ നമ്മൾ ആചരിച്ചിട്ടില്ലേ? എന്നാൽ ക്രിസ്തുവിനോടൊപ്പമായിരുന്നോ ഇക്കാലം അത്രയും പെസഹ ആചരിച്ചത്? ക്രിസ്തുവിനോടൊപ്പം പെസഹ ആചരിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിനോടൊപ്പം പെസഹ ആചരിപ്പാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എവിടെയായിരുന്നു ക്രിസ്തു പെസഹ ആചരിച്ചത്? ക്രിസ്തു പെസഹ ആചരിച്ചത് വിരിച്ചൊരുക്കപ്പെട്ട മർക്കോസിന്റെ മാളികയിലായിരുന്നു. എന്തായിരുന്നു പെസഹ എന്നതിൻ്റെ ദൃഷ്ടാന്തം? നമ്മൾ നമസ്കാരത്തിൽ പാടുന്നുണ്ട്, അന്തിമ പെസഹ സന്ധ്യേ ഭാഗ്യം നിന്നാൽ മിസറേം പെസഹ നിലച്ചു നാഥൻ പെസഹ ഭക്ഷിച്ചോരാം
പെസഹായിൽ ചേർത്തു. പെരുന്നാളിൽ ചേർന്നു നീങ്ങിയ പെസഹ രണ്ടാമത്തേതിൻ ദൃഷ്ടാന്തം മാത്രം. നീങ്ങിയ പെസഹ. ഇന്ന് കുഞ്ഞാട് നമ്മുടെ സ്വന്തം ഭവനത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ നാഥനാവുമ്പോൾ മാത്രമാണ് കുഞ്ഞാടിനോടൊപ്പം പെസഹ ഭക്ഷിപ്പാൻ നാം ഒരുക്കപ്പെടുന്നത്. ഒന്നാമതായി കുഞ്ഞാട് പെസഹ ഭക്ഷിപ്പാനായി തിരഞ്ഞെടുത്തത് വിരിച്ചൊരുക്കിയ ഒരു മാളികയായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ക്രിസ്തുവിനോടൊപ്പം പെസഹ ഭക്ഷിപ്പാൻ വിരിച്ചൊരുക്കപ്പെട്ട വ്യക്തിയാവുവാൻ ഈ വർഷമെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ നോമ്പിലൂടെ 40 ദിവസം നോമ്പ് നോറ്റ് അപ്പത്തെയും അതിശയങ്ങളെയും അനുഗ്രഹങ്ങളെയും ഒക്കെ ഈ ലോകത്തിൽ ഇട്ടിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ പെസഹ കുഞ്ഞാട് തന്നെ ഒരുക്കിയതുപോലെ ഈ 40 ദിവസത്തെ പ്രയാണത്തിലൂടെ ക്രിസ്തുവിനോടൊപ്പം പെസഹ ഭക്ഷിപ്പാൻ, ക്രിസ്തുവിനോടൊപ്പം പെസഹ ആചരിപ്പാൻ ഞാനും നിങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞോ? നോമ്പ് വിരിച്ചൊരുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയായിരുന്നു. നോമ്പിൻ്റെ ഒന്നാമത്തെ ആഴ്ച ആരംഭിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നാണ്. നോമ്പിൻ്റെ അവസാന ഭാഗം കാൽവരിയിലെ യാഗവും. ഒന്നാമതായ കാനായിലെ കല്യാണ വിരുന്നിലേക്ക് നമ്മുടെ ഓർമ്മയെ ഒന്ന് പുറകോട്ടോടിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു എംപ്റ്റിനെസ് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലായ്മയുടെ അവസ്ഥ, പോരായ്മയുടെ അവസ്ഥ, ബലഹീനതയുടെ അവസ്ഥ. ആ അവസ്ഥയിലേക്ക് ക്രിസ്തു തമ്പുരാൻ ഇറങ്ങുകയാണ്. എന്താണ് നിന്റെ ഇല്ലായ്മ എന്നറിഞ്ഞിട്ട് കർത്താവ് തമ്പുരാൻ ഇറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്കുമില്ലേ ഒരുപാട് സങ്കടങ്ങൾ. കർത്താവേ, എൻ്റെ ഇല്ലായ്മകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ ശൂന്യതകൾ ഇതാ ഞാൻ നിന്റെ മുൻപിൽ വെക്കുന്നു എന്നതിന് ഒരു ഭാഷ്യം. മറ്റൊരു ഭാഷ്യം, എംപ്റ്റിനെസ് ആക്കുവാൻ, ഒഴിഞ്ഞ പാത്രമാകുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഒഴിഞ്ഞ പാത്രത്തിൽ മാത്രമാണ് അവൻ നിറമുള്ള, ഗുണമുള്ള, മണമുള്ള വീഞ്ഞാക്കി അവയെ മാറ്റിയത്. നമ്മളെ ഓരോരുത്തരെയും നിറമുള്ള, ഗുണമുള്ള, രുചിയുള്ള വീഞ്ഞാക്കി അവൻ മാറ്റുമ്പോൾ മാത്രമാണ് വിരിച്ചൊരുക്കപ്പെട്ടവരായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത്. നിറമുള്ളത്, നിറം നമ്മയെല്ലാം ആകർഷിക്കുന്നതാണ്. ഗുണം നമുക്കെല്ലാം ഉപയോഗപ്രദമാണ്. രുചി നമ്മുടെ എല്ലാം ഹൃദയത്തിന് ആനന്ദപ്രദമാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നിറമുള്ളവരായി, ഗുണമുള്ളവരായി, രുചിയുള്ളവരായി തീരുമ്പോൾ മാത്രമാണ് വിരിച്ചൊരുക്കപ്പെടലിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്നത്. രണ്ടാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ വായിച്ചു കേട്ടു, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്ത ഞായർ. കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്ത ഞായറിൽ കുഷ്ഠരോഗിയോട് ചോദിക്കുകയാണ്, ശുദ്ധനാവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ആ ദിവസങ്ങളിൽ കൂടി ആ ഏവൻഗേലിയോൻ വായിച്ചപ്പോൾ നിന്നിലെയും എന്നിലെയും കുഷ്ഠം മാറ്റി ശുദ്ധീകരിക്കപ്പെടാൻ നമുക്കൊരു മനസ്സുണ്ടായോ? എങ്ങനെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരുമെന്ന്. കർത്താവിൻ്റെ വചനം കേട്ടിട്ട് എത്രത്തോളം വചനം നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. ഇഷ്ടം പോലെ യൂട്യൂബിലും നമ്മുടെ മറ്റ് ചാനലുകളിലുമൊക്കെ മാറി കേൾക്കുന്നുണ്ട്. കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുക മാത്രം ചെയ്ത് നമ്മെ തന്നെ ചതിക്കാതെ, കർത്താവെ, കേൾക്കുന്ന വചനപ്രകാരം എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, എന്നെ ഒന്ന് ശീലിപ്പിക്കുമ്പോൾ മാത്രമാണ് കർത്താവിനോടൊപ്പം പെസഹ ഭക്ഷിപ്പാൻ വിരിച്ചൊരുക്കപ്പെടലിൻ്റെ രണ്ടാമത്തെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ആഴ്ച നമ്മൾ കാണുന്നുണ്ട്, തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന ഞായറാഴ്ച. 4 പേർ ചേർന്ന് ഒരു തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തിക്കുവാണ്. ആ എത്തിക്കുമ്പോൾ കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില തളർവാദങ്ങളില്ലേ, ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പറയുന്ന ചില തളർച്ചകൾ, എന്നെ ആരും അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്ന ചില വേദനകൾ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന നമ്മുടെ പ്രശ്നങ്ങൾ, ചില തളർവാദങ്ങൾ, മാറ്റപ്പെടാത്ത ചില തളർച്ചകൾ, അതെല്ലാം നമ്മൾ പറയുന്നത് അതെൻ്റെ ബലഹീനത
ബലഹീനതയാണ്, അതെന്നെ വിട്ടുമാറുകയില്ല. എന്നാൽ ഈ തളർവാദ രോഗിയെ കൊണ്ടുപോയ 4 പേർ നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്നുണ്ട്. അവരെ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്നാമതായി 4 പേരിൽ ഒന്നാമത്തേത് പ്രാർത്ഥനയാണ്, രണ്ടാമത്തേത് നോമ്പാണ്, മൂന്നാമത്തെയാൾ ഉപവാസമാണ്, നാലാമത്തെയാൾ ദാനധർമ്മമാണ്. പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ദാനധർമ്മവും ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നമ്മെ എത്തിക്കും. തളർവാദം എന്നിൽ ഉണ്ട് എന്ന് തളർവാദി സ്വയം സമർപ്പിച്ചപ്പോഴാണ് ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം അവനിലേക്ക് എത്തിയത്. ഒന്നാമത്തെ പ്രാർത്ഥനയും, രണ്ടാമത്തെ നോമ്പും, മൂന്നാമത്തെ ഉപവാസവും, നാലാമത്തെ ദാനധർമ്മവും, ആ രോഗിയെ പോലെയുള്ള സമർപ്പണവും ക്രിസ്തുവിൻ്റെ അരുക്കിലേക്ക് നമ്മളെ എത്തിക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്ന തളർന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ഒന്ന് മാറി വിരിച്ചൊരുക്കപ്പെടുവാനായിട്ട് മൂന്നാമത്തെ അവസരം പരിശുദ്ധ നോമ്പ് എനിക്ക് നൽകിയതാണ്. 4-ാമത്തെ ആഴ്ചയിൽ പുറജാതിക്കാരി സ്ത്രീയുടെ വിശ്വാസം നമ്മൾ കണ്ടു. പുറജാതിക്കാരിയായ സ്ത്രീയെ പല കാരണങ്ങളാൽ അന്ന് മാറ്റി നിർത്തപ്പെടേണ്ടി വന്നു. പലപ്പോഴും നമ്മുടെ പ്രവൃത്തി വെച്ച് നോക്കിയാൽ ക്രിസ്തു നമ്മെ എത്രയോ മാറ്റി നിർത്തേണ്ടവരാണ്. എങ്കിലും ആ പുറജാതിക്കാരി സ്ത്രീ പറയുന്നുണ്ട്, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളെങ്കിലും എനിക്ക് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം ആ സ്ത്രീയിൽ ഉണ്ടായതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരുടെ മുൻപില്, നമ്മുടെ കുടുംബത്തിന്റെ മുൻപില്, സമൂഹത്തിന്റെ മുൻപില് ഒരു നായുടെ വില പോലും ഇല്ല എന്ന് തോന്നുമ്പോൾ നമ്മളോട് ഈ എവൻഗേലിയോൻ ഭാഗം പറയാണ്, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം ഭക്ഷിക്കുന്ന നായ ഒരിക്കലും തെരുവിൽ കൂടെ ഓടുന്ന നായല്ല, ഒരിക്കലും റോഡിൽ കൂടെ പോകുന്ന നായല്ല അത്. മറിച്ച് യജമാനന്റെ മേശയുടെ അരികിൽ ഇരിക്കുന്നത് എപ്പോഴും യജമാനന്റെ തന്നെ നായ ആയിരിക്കും. ലോകത്തിന്റെ മുൻപിൽ ഞാൻ നായാണെങ്കിലും, ലോകത്തിന്റെ മുൻപിൽ ഞാൻ ഭോഷനാണെങ്കിലും, എൻ്റെ ദൈവത്തിന്റെ കണ്ണിൽ ഞാൻ ശ്രേഷ്ഠനാണ്. യജമാനന്റെ കാൽ കീഴിൽ ഇരിക്കുവാൻ, ഏതൊരവസ്ഥയിൽ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തെ ഭക്ഷിപ്പാൻ ആ പുറജാതിക്കാരി സ്ത്രീ കാണിച്ച വിശ്വാസം പോലെ കുറവുകളോടുകൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിരിച്ചൊരുക്കി ക്രിസ്തുവിനോടൊപ്പം നമുക്ക് പെസഹ ആചരിക്കാം. 5-ാമതായി കൂനിയെ നിവർത്തുന്ന ഞായറാഴ്ച. ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നിവരണം. ഒരു നമ്മളിലുള്ള പ്രധാനപ്പെട്ട കൂന് ഒരുപക്ഷെ ആത്മപ്രശംസയായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ സൃഷ്ടിക്കുന്ന സങ്കടങ്ങളായിരിക്കും. ഇവ രണ്ടും നമ്മുടെ കൂനുകളാണ്. ഞാൻ എല്ലാവരിൽ നിന്നും ഉയർന്നതാണ്, എന്നെ എന്തിനു മാറ്റി നിർത്തണമെന്നുള്ള അമിതമായ ഒരു അഹന്ത ദൈവസന്നിധിയിൽ എനിക്ക് കൂൻ സൃഷ്ടിച്ചിട്ടുണ്ടോ? ദൈവത്തെ കാണാതെ വണ്ണം സക്കായിയെ പോലെ ഞാനിപ്പോഴും മുകളിലിരുന്ന് നോക്കുകയാണോ? മറിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് കർത്താവ് എന്നെ ഒന്ന് തൊട്ടാൽ എൻ്റെ ഈ കൂനിൽ നിന്ന് ഞാൻ മാറും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പറയുന്നുണ്ട്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാനോ തൻ്റെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ നീതിയും ന്യായവും എന്നതിൽ ഗ്രഹിച്ചറിയുന്നതിൽ മാത്രം പ്രശംസിക്കണം. കർത്താവേ, എൻ്റെ കൂൻ എന്താണ്? എൻ്റെ ഞാനെന്ന ഭാവമാണോ ദൈവത്തിൽ നിന്ന്, ദൈവത്തെ കാണാത്ത എൻ്റെ കൂന്? അതോ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ചില സങ്കടങ്ങൾ? എത്ര മാറ്റപ്പെട്ടാലും, എത്ര അനുഗ്രഹം ലഭിച്ചാലും, എത്ര സൗഖ്യം ലഭിച്ചാലും, എത്രമാത്രം ദൈവം മാനിച്ചാലും തൃപ്തിയില്ലാത്ത എൻ്റെ അവസ്ഥയാണോ? പുതിയ സങ്കടങ്ങളെ കണ്ടുപിടിക്കുന്നതാണോ എൻ്റെ കൂന്? ആ കൂനിനെയൊക്കെ ഒന്ന് മാറ്റി വിരിച്ചൊരുക്കപ്പെട്ടവരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. 6-ാമത്തെ ആഴ്ച അന്ധന് കാഴ്ച കൊടുക്കുന്ന ക്രിസ്തു തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കും. ലോർഡ് ഈസ് ദ ബിൽഡർ ആൻഡ് ദ ഡിസൈനർ എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ജന്മന അവൻ അന്ധനായിരുന്നു, അവനെ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് തമ്പുരാൻ തുപ്പിയിട്ട് ആ തുപ്പലിൽ മണ്ണ് കുഴച്ചിട്ട് അവൻ്റെ കണ്ണിലേക്ക് തേക്കുകയാണ്. അവൻ്റെ ജീവിത യാഥാർത്ഥ്യമാണ് അവൻ്റെ അന്ധത. അവൻ്റെ അന്ധത. കർത്താവേ, എൻ്റെ ജീവിതത്തിലും ചില അന്ധതകളുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ഒരുപക്ഷെ അത് ദൈവനാമം മഹത്വപ്പെടാനായിരിക്കും. പലതും അറിയാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കും. അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തുപ്പല് കുഴച്ച് കണ്ണിൽ തേക്കാൻ അനുവദിക്കുമായിരുന്നോ? ആരെങ്കിലും മറ്റൊരാളുടെ തുപ്പല് കുഴച്ച്, അതും മണ്ണിൽ കുഴച്ച് കണ്ണിൽ തേക്കുവാൻ അനുവദിക്കുമോ? ഒരിക്കലുമില്ല. അവന് കാഴ്ചയില്ലാഞ്ഞത് കൊണ്ടാണ്, ചിലതൊക്കെ അവൻ അറിയാതിരുന്നത് കൊണ്ടാണ് അവനിലേക്ക്
ഭവനത്തിലേക്ക് സൗഖ്യം ഒഴുകി വന്നത്. പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോൾ, അയൽപക്കത്തുള്ളവർക്കുണ്ടാകുമ്പോൾ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്കുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ എനിക്ക് മാത്രം എന്താ ഇല്ലാത്തത്? കർത്താവ് പറയും, ചിലതൊക്കെ നീ കാണാതെ ഇരിക്കുമ്പോഴാണ് നീ എന്നോട് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ വിരിച്ചൊരുക്കപ്പെട്ടവരാകുവാൻ തക്കവണ്ണം കർത്താവേ ഈ ദിവസങ്ങളിൽ എന്നെ ഒരുക്കണമേ, ഈ നാഴികകളിൽ എന്നെ ഒരുക്കണമേ. നിന്നോടൊപ്പം പെസഹ ഭക്ഷിപ്പാൻ വിരിച്ചൊരുക്കുവാൻ എന്നെ തന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് കർത്താവ് പറയുകയാണ്, താലത്തിൽ കൈയിടുന്നവൻ തന്നെത്താൻ ശോധന ചെയ്യണമെന്ന്. താലത്തിൽ കൈയിടുന്നവൻ തന്നെത്താൻ ശോധന ചെയ്യണം. കാരണം എന്താ? കർത്താവ് പറയുന്നുണ്ട്, എന്നോടൊപ്പം താലത്തിൽ കൈയിടുന്ന ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും. മർക്കോസിന്റെ മാളികയിൽ, വിരിച്ചൊരുക്കപ്പെട്ട മാളികയിലേക്ക് അവൻ പ്രവേശിച്ചു. അപ്പവീഞ്ഞുകൾ മേശമേൽ ഇരിക്കുന്നു, താലം അവിടെ തയ്യാറാണ്. കർത്താവ് പറയുന്നുണ്ട്, താലത്തിൽ കൈയിടുന്നവൻ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കുമെന്ന്. പരിശുദ്ധ മാമോദീസ മുതൽ ഈ കഴിഞ്ഞ ആഴ്ച വരെ പരിശുദ്ധ കുർബാന അനുഭവിച്ചിട്ട് കർത്താവിനോടൊപ്പം താലത്തിൽ കൈയിട്ടവരല്ലേ നമ്മള്. എന്നിട്ട് നമ്മൾ പലപ്പോഴും ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് താലത്തിൽ കൈയിട്ടിട്ട് കർത്താവിനെ ഒറ്റുകൊടുത്ത യൂദയെ കുറിച്ചാണ്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് താലത്തിൽ കൈയിട്ടിട്ട് കർത്താവിനെ തള്ളി പറഞ്ഞ പത്രോസിനെയാണ്. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പഴിക്കുന്നത് താലത്തിൽ കൈയിട്ടിട്ട് അവന്റെ ഹൃദയമിടിപ്പുകൾ അറിഞ്ഞിട്ടും ചിതറി ഓടിപ്പോയവരെയാണ്. എങ്കിലോ പ്രിയമുള്ളവരെ, നമ്മളിലേക്ക് നോക്കാം. ആ മാളികയിൽ 12 പേരിയ്ക്കുന്നതിൽ ആരുടെ മുഖഛായയാണ് എനിക്ക്? മർക്കോസിന്റെ മാളികയിൽ ക്രിസ്തുവും 12 ശിഷ്യന്മാരും ഇരുന്നപ്പോൾ ആരെയുടെ മുഖഛായയാണ് എനിക്ക്? പത്രോസ് പറയുന്നുണ്ട്, ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും, എന്തെല്ലാം വലിയ സാഹചര്യങ്ങൾ ഉണ്ടായാലും, തടവിലാക്കപ്പെട്ടാലും, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല. പലപ്പോഴും ആത്മീയ നിറവില് പരിശുദ്ധ നോമ്പിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഒരിക്കലും പഴയ വഴിയിൽ ഞാൻ സഞ്ചരിക്കുകയില്ല എന്ന് 2 ദിവസങ്ങളിലാണ് നമ്മൾ പറയാറ്. 1 ഉത്ഥാന പെരുന്നാൾ കഴിയുമ്പം, 2 ആണ്ടാരംഭത്തില് നമ്മൾ നമ്മളെ തന്നെ പുതുക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കും, മുഴുത്ത മാനസാന്തരം 3 ദിവസമാണ്. വീണ്ടും നമ്മൾ ആരെ പോലെയാകും? മറ്റുള്ളവരെ കാണുമ്പോൾ ആരെല്ലാം നിന്നെ തള്ളിയാലും തള്ളുകയില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യമില്ലാത്ത ജീവിതത്തിൽ പത്രോസിനെ പോലെ ഞാൻ ആയിട്ടുണ്ടോ? രണ്ടാമതായിട്ട് യൂദയെ പോലെ താലത്തിൽ കൈയിട്ടിട്ട് കർത്താവെ, എത്രയോ പ്രാവശ്യം ഇരുട്ടിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഏവൻഗേലിയോൻ ഭാഗത്തില് കർത്താവ് തമ്പുരാൻ പറയുന്നുണ്ട്, ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു തമ്പുരാൻ പറയുകയാണ്, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരുവിൻ. ഏവൻഗേലിയോൻ ഭാഗം അവസാനിക്കുന്നത് ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞാണ്. ആ പ്രകാശത്തിൽ കൂടി നടക്കുന്നവൻ ഒരിക്കലും ഇരുളിൽ കൂടി പോകുന്നില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ കർത്താവിനോടൊപ്പം ഒരു വിശ്വാസി എന്ന്, ഒരു ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായിട്ടും ഞാൻ എത്രയോ പ്രാവശ്യം ഇരുട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഓർക്കുക, ഇത്രയും പുളിമാവ് മതി എന്നെ പുളിപ്പിക്കുവാൻ, എന്റെ തലമുറയെ പുളിപ്പിക്കുവാൻ, എന്റെ തലമുറയുടെ തലമുറയെ പുളിപ്പിക്കുവാൻ. ആകയാൽ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കർത്താവെ എന്നെ കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കാം. ഈ കർത്താവിനോടൊപ്പം ഇത്രയും നാൾ നടന്നിട്ട് ശിഷ്യന്മാർ തമ്മിൽ ചോദിക്കുക, പ്രിയ കർത്താവെ, ഞങ്ങളിൽ വലിയവൻ ആരാണ്? ഞങ്ങളിൽ വലിയവൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ് ഞങ്ങളിൽ വലിയവൻ ആരാണെന്നുള്ള തർക്കത്തില് കർത്താവ് തമ്പുരാൻ ആരാണെന്ന് അവർ മറന്നു പോകുകയാണ്. ആകാശത്തിന്റെ വിരിമാർവിൽ കോടാനുകോടി മാലാഖമാർ സ്തുതിക്കുന്ന മഹാപരിശുദ്ധനായ പിതാവിന്റെ പുത്രൻ, മാലാഖമാർ ഉള്ള നാട്ടിൽ നിന്ന്, ക്രോപകൾ വഹിക്കുന്ന തേരിൽ നിന്ന്, അഗ്നിസിംഹാസനത്തിൽ നിന്ന്, പിതാവിന്റെ വലതുഭാഗത്ത് നിന്ന് എല്ലാം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാലിത്തൊഴുത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം താഴ്മയുള്ളവനോട് ചോദിക്കുക, ആരാണ് വലിയവൻ? ഇങ്ങനെയല്ലേ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകള്? കർത്താവെ, മറ്റുള്ളവരെക്കാൾ വലിയവനാകുവാൻ എപ്പോഴും എന്റെ സ്റ്റാറ്റസ് ഉയർന്നിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മളും കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞാൻ എങ്ങനെയാ ഒന്ന് വലിയവനാകുന്നത്? അധികാരം കൊണ്ട്, അവകാശം കൊണ്ട് സഹോദരനേക്കാൾ എനിക്ക് വലുതാവണം. ശബ്ദം കൊണ്ട്, അധികാരം കൊണ്ട് ഭവനത്തിൽ എനിക്ക് വലുതാകണം. സ്ഥാനം
സ്ഥാനം കൊണ്ട്, മാനം കൊണ്ട്, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ വലിയവനാകണം. താഴ്ന്നു കൊടുക്കാൻ നമ്മളൊന്നും തയ്യാറല്ല, മുറിക്കപ്പെടാൻ നമ്മളൊന്നും തയ്യാറല്ല, വിട്ടുകൊടുക്കാൻ നമ്മളൊന്നും തയ്യാറല്ല. ഈ ആഴ്ച കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ, ഈ ആഴ്ച നമ്മളുടെ പ്രാർത്ഥന, നമ്മളുടെ ധ്യാനം, നമ്മുടെ ഭക്തിയൊക്കെ അതിന്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്, അല്ലെ? ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും ആരാണ് വലിയവൻ എന്നുള്ള ചോദ്യത്തിലേക്ക് വീണ്ടും വീണ്ടും വരികയാണ്. കർത്താവ് പറയുകയാണ്, ഞാനോ ഒന്ന് മാത്രം എനിക്കറിയാം, പ്രിയമുള്ളവരെ, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു. കർത്താവ് പറയുകയാണ്, വിശുദ്ധ ലൂക്കോസ് എവൻഗേലിസ്തയുടെ സുവിശേഷം 22-ാം അധ്യായത്തില് 28-ാം വാക്യത്തില്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കപ്പെടുന്നവനെ പോലെ ആകുന്നു. അവിടെ കർത്താവ് പറയാ, ഞാൻ വലിയവനല്ല, ഞാൻ സ്വർഗരാജ്യത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്, മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത് ശുശ്രൂഷകനായിട്ടാണ്. അങ്ങനെയെങ്കിൽ വലിയവനാവാൻ ആഗ്രഹിച്ചിട്ട് ചിതറിപ്പോയവൻ എന്റെ ഉള്ളിലുണ്ടോ? വീണ്ടും നമുക്ക് കാണാം, കർത്താവ് ചേർത്ത് നിർത്തി, തന്റെ മുഴുവൻ അധികാരവും കയ്യിൽ കൊടുത്തു, പണപ്പൊതി തന്നെ കയ്യിൽ കൊടുത്തിട്ട് അവസാന നിമിഷം വരെ ചേർത്ത് നിർത്തി അവസരം കൊടുത്തു. എന്നിട്ട് കർത്താവ് 22-ാം അധ്യായം, വിശുദ്ധ ലൂക്കോസ് അപ്പോസ്തലൻ എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു, സത്യം, എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രന് സംഭവിക്കുമെന്നുള്ളത് സത്യം തന്നെ. പ്രിയമുള്ളവരെ, നിർണയിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് സത്യം. എന്നാൽ മനുഷ്യപുത്രനെ പ്രവൃത്തിയിൽ കൂടെ, ജീവിതത്തിൽ കൂടെ ഒറ്റുകൊടുക്കുന്നവന് ഹാ കഷ്ടം. ഭൂമിയിലേക്ക് ഇറങ്ങി മാതൃകയില്ലാതെ ജീവിച്ച് തലമുറയുടെ മുൻപിൽ പെസഹ ഭക്ഷിച്ചിട്ടും വീണ്ടും പഴയതുപോലെ ആകുന്നവന് അയ്യോ കഷ്ടം. പെസഹ ഭക്ഷിച്ചിട്ട് ഇരുട്ടിലേക്ക് പോകാതെ കർത്താവെ, താലത്തിൽ കൈയിട്ടിട്ട് ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. മൂന്നാമതായി കർത്താവ് പറയാണ്, മനം തകരുമ്പോഴും മാറ്റമില്ലാത്ത മനോഭാവം നമ്മളിൽ ഉണ്ടാകണമെന്ന്. കർത്താവ് തമ്പുരാന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ മർക്കോസിന്റെ മാളികയിൽ ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവ് ഇരിക്കുമ്പോൾ നെഞ്ചിൽ കുന്നോളം ദുഃഖങ്ങളുണ്ട്. എന്നാലോ മുഖത്തൊന്നും കാണിക്കാതെ കർത്താവിന്റെ മനോഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. തന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. തന്നെ ഒറ്റുകൊടുക്കുന്നവനോട് അവൻ പരിഭവിക്കുന്നില്ല, തന്നെ തള്ളിപ്പറയുന്നവനോട് അവൻ പരിഭവിക്കുന്നില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങളെ ഒറ്റുകൊടുക്കുന്നവരുണ്ടാകും, നിങ്ങളെ തള്ളിപ്പറയുന്നവരുണ്ടാകും, നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച് ചേർത്ത് നിർത്തിയിട്ട് നിങ്ങളെ വഞ്ചിക്കുന്നവരുണ്ടാകും, തക്കം കിട്ടുമ്പോൾ നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ടാവും, ജീവിതത്തിന്റെ കടുത്ത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാകും. മനം തകരുമ്പോഴും മനോബലം നഷ്ടപ്പെടരുത്. മാറ്റമില്ലാത്ത ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ഒന്നാമതായിട്ടുണ്ടാകേണ്ടത് ആ ശുശ്രൂഷ മനോഭാവമാണ്. നമ്മുടെ ഉള്ളിൽ ആ ശുശ്രൂഷ മനോഭാവമുണ്ടോ? കർത്താവ് പറയുന്നുണ്ട്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു. സകലത്തിലും അവൻ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആയി തീരുവാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ അവൻ വസിക്കുകയാണ്. വെറും ഒരു ശുശ്രൂഷക്കാരനെ പോലെ ദൈവത്തിന്റെ പുത്രൻ താഴുകയാണ്. നമ്മൾ ഓരോരുത്തരും, കർത്താവേ, നിന്റെ രാജ്യത്തിൽ വലിയവനാകുവാൻ, ചെറിയവനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഒന്ന് വിട്ടുകൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ആകാശം അത് മുറിയുവാൻ തയ്യാറാവുമ്പോഴല്ലേ മേഘങ്ങൾ മുറിഞ്ഞു മഴയായിട്ട് അത് താഴേക്ക് പെയ്യുന്നത്? മണ്ണ് കണ്ടിട്ടില്ലേ? മണ്ണ്, കൃഷിക്കാരൻ ഈ മണ്ണിനെ തക്ക സമയത്ത് ഉടച്ചു കഴിഞ്ഞിട്ടല്ലേ അതിനെ കൃഷിക്കായിട്ട് രൂപകൽപ്പന ചെയ്തെടുക്കുന്നത്? നമ്മൾ കണ്ടിട്ടില്ലേ? വീണ്ടും അദ്ദേഹം വിത്തുകളെ മണ്ണിലേക്ക് ഇടുകയാണ്. വിത്തുകൾ തങ്ങളെ തന്നെ അഴുകുവാൻ ഏൽപ്പിക്കുമ്പോഴല്ലേ ആ വിത്തിൽ നിന്ന് പുതിയ നാമ്പുകൾ ഉണ്ടാകുന്നത്. ആ നാമ്പുകൾ വളർന്ന് വലിയ മരമായി കായ്കൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ കായ്കൾ പൊട്ടുമ്പോഴല്ലേ പുതിയ വിത്തുകൾ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, ഭവനത്തിൽ ശുശ്രൂഷ മനോഭാവം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വിട്ടുകൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊന്ന് കുറഞ്ഞു കൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊന്ന് താഴ്ന്നു കൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊന്ന് മുറിഞ്ഞു കൊടുക്കേണ്ടി വരും, ചിലപ്പോഴൊക്കെ മൗനം പാലിക്കേണ്ടി വരും. കർത്താവിൻ്റെ മൗനമാണ് ഏറ്റവും
ഏറ്റവും വലിയ മൗനം. ലക്ഷോപലക്ഷം മാലാഖമാർ ആകാശപാളികളെ കീറി ഊരിപ്പിടിച്ച വാളുമായിട്ട് വരുവാൻ തയ്യാറായിരുന്നു. അവനൊന്ന് വിരൽ ഞൊടിച്ചാൽ മാത്രം മതിയായിരുന്നു. ആകാശത്തിന്റെ പാളികളെ കീറി ആ മാലാഖമാർ വന്ന് ഞൊടി നേരം കൊണ്ട് അവനെ എടുത്ത് സ്വർഗത്തിലേക്ക് പോകില്ലായിരുന്നു. എങ്കിലും പിതാവിന്റെ ഹിതം നിറവേറ്റുവാൻ അവൻ മൗനമായി നിൽക്കുന്നത് നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പറയാറില്ലേ, കർത്താവെ ഈ വീട്ടിൽ എനിക്ക് മതിയായി, എന്നെ അങ്ങ് എടുത്തോണേ എന്ന്. കർത്താവിനറിയാം നമ്മളെ കൊണ്ട് മാത്രമേ അത് വഹിക്കാൻ സാധിക്കുകയുള്ളൂ, നമ്മളെ കൊണ്ട് മാത്രമേ അത് സഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു സ്ത്രീ എപ്പോഴും ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ആ നാട്ടിലെ പ്രായം ചെന്നൊരു പുരോഹിതൻ ചോദിച്ചു, എന്തിനാണ് നീ എപ്പോഴും വന്ന് ഇങ്ങനെ കരയുന്നത്? മറുപടി ആയിട്ട് പറഞ്ഞു, വല്യച്ഛ, എൻ്റെ ദുഃഖങ്ങൾ വലിയ കുരിശ് പോലെയാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ വേദനകൾ താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല. അച്ഛൻ പറഞ്ഞു, മകളെ നീ എൻ്റെ കൂടെ വരിക. എന്നിട്ട് അച്ഛൻ ദേവാലയത്തിൻ്റെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറി തുറന്നു. ഈ മുറി തുറന്നിട്ട് അച്ഛൻ അവളോട് പറഞ്ഞു, ഈ ഇരിക്കുന്നതെല്ലാം കണ്ടോ, വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള കുരിശുകളാണ്, വ്യത്യസ്തമായ വലിപ്പത്തിലുള്ള കുരിശുകളാണ്. നീ ഓരോന്നും എടുത്തൊന്ന് ഉയർത്തി നോക്കുക. ഒന്നാമത്തേത് ശ്രമിച്ചു, സാധിക്കുന്നില്ല. രണ്ടാമത്തേത് അവൾക്ക് ഉയർത്താൻ സാധിച്ചു, പക്ഷെ അതിൽ നിറയെ മുള്ളുകളായിരുന്നു. മൂന്നാമത്തേത് അവൾ ഉയർത്താൻ ശ്രമിച്ചു, അതിൽ മുഴുവൻ ആണികളായിരുന്നു. നാലാമത്തേത് അവൾ ഉയർത്താൻ ശ്രമിച്ചു, പക്ഷെ അത് പിടിച്ചപ്പോൾ അമർന്നുപോയി. അങ്ങനെ ഓരോ കുരിശിനും വ്യത്യസ്ത നീളവും ഭാവവും മൂർച്ചയും വേദനയുമായിരുന്നു. ഒടുവിൽ അവളെല്ലാം താത്തുവെച്ച് ഏറ്റവും അവസാനം ഇരുന്ന കുരിശെടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ കുരിശേ എനിക്ക് പൊക്കാൻ സാധിക്കുന്നുള്ളൂ. വല്യച്ഛൻ പറഞ്ഞു, മോളെ നീ അകത്തേക്ക് കയറിയപ്പോൾ പൊക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് താത്തുവെച്ച കുരിശാണ് ഇപ്പോൾ നീ എടുത്ത് നിന്റെ തോളിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വഹിപ്പാൻ വയ്യാത്ത പരീക്ഷണങ്ങളിൽ കൂടി ഒന്നുമല്ല കർത്താവ് നമ്മളെ കടത്തിവിടുന്നത്. ശുശ്രൂഷ മനോഭാവത്തോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ കുരിശുകളെ വഹിക്കുവാൻ ആ കുറേനക്കാരനെ പോലെ സാധിക്കുമ്പോൾ മാത്രമാണ് നിന്റെ ശുശ്രൂഷകൾ ദൈവസന്നിധിയിൽ പ്രീതികരമാകുന്നത്. അപ്പൻ ഭവനത്തിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാകണം, അമ്മ ഭവനത്തിൽ ഒരു ശുശ്രൂഷക്കാരിയെ പോലെയാകണം, മക്കൾ ഭവനത്തിൽ ഒരു ശുശ്രൂഷക്കാരെ പോലെയാകണം. ആരാണ് വലിയവനെന്നൊരു ചോദ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകരുത്. അപ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനാണ്. അപ്പൻ താഴ്ന്നിറങ്ങി ശുശ്രൂഷ ചെയ്യുന്നത് കാണുമ്പോൾ ലജ്ജയോടുകൂടി അത് കണ്ടു വളരുന്ന മക്കളും ശുശ്രൂഷ മനോഭാവമുള്ളവരായി തീരും. അരുമനാഥൻ നമ്മളോട് പറയുകയാണ്, വഹിപ്പാൻ വയ്യാത്ത കുരിശ് ഞാൻ നിന്റെ ചുമലിൽ വെച്ചിട്ടില്ല, കാരണം ഞാൻ എന്നേ അത് കാൽവരിയുടെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. എന്നാൽ നീ നിന്റെ തോളിലിട്ടിരിക്കുന്ന ഭാരങ്ങൾ താത്തുവെക്കുക. ദൈവസന്നിധിയിൽ താഴ്ത്തി വെച്ചുകൊണ്ട്, നമുക്കെല്ലാം ഇഷ്ടം ഉത്ഥാനമാണ്, ക്രൂശില്ലാതെ ഒരു ഉത്ഥാനമില്ല എന്ന് കർത്താവ് നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു എന്ന് പറയുന്ന കർത്താവിനോടൊപ്പം ഈ പെസഹ പെരുന്നാളിൽ, കർത്താവെ, ഞങ്ങളിലെ ഞാൻ എന്ന ഭാവത്തെ അഴിച്ച് കുടുംബത്തിൽ ഏറ്റവും കുറഞ്ഞവനാകാൻ എന്നെ പഠിപ്പിക്കണമേ, ഏറ്റവും നന്നായി വിട്ടുകൊടുക്കാൻ, ഏറ്റവും നന്നായി താഴ്ന്നു കൊടുക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ട്, കർത്താവിൻ്റെ ശുശ്രൂഷ മനോഭാവം വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ടായിരുന്നു. കാല് കഴുകുവാൻ തക്കവണ്ണം താന്നിരുന്നു നാഥൻ. നാഥന് നല്ലവണ്ണം അറിയാമായിരുന്നു, ഇവനിൽ ഒരുവൻ എന്നെ ഒറ്റുകൊടുക്കും, ഇവനിൽ ഒരുവൻ എന്നെ തള്ളിപ്പറയും. എങ്കിലും പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അവൻ കാലു കഴുകിയപ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ അവരുടെ കാലിൽ വീണ് കാണില്ലേ? ഒന്ന് ഓർത്തു നോക്ക്. പിറ്റേ ദിവസം നടക്കുന്ന ഏറ്റവും വലിയ വേദനയായ കുരിശുമരണത്തെക്കാൾ കൂടുതൽ അവനെ വേദനിപ്പിച്ചത് കൂടെ നടക്കുന്നവൻ തള്ളിപ്പറഞ്ഞതായിരിക്കില്ലേ? കൂടെ നടക്കുന്നവൻ ഒറ്റുകൊടുത്തതായിരിക്കില്ലേ? എങ്കിലും കർത്താവ് ആ കാല് കഴുകുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് കാലിൽ വീണിട്ട് പോലും ഒരു ഹൃദയത്തിൽ ഒരു ചാഞ്ചല്യം അവർക്കുണ്ടാവാത്തതുപോലെ നമ്മളെത്രയും താന്നിട്ടും നമ്മുടെ ഭവനത്തിലുള്ള പലർക്കും ഒരു മാറ്റവുമില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിങ്കലേക്ക് നോക്കാം. അവൻ താന്നുകൊടുത്തതുപോലെ, കർത്താവെ, എൻ്റെ ജീവിതത്തിലും താന്നു കൊടുക്കുവാൻ, ക്രിസ്തീയ ജീവിതം താഴ്മയുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമാകുവാൻ, കാല് കഴുകുവാൻ തക്കവണ്ണം താന്നുകൊടുത്ത നാഥനെ പോലെ ആയിത്തീരുവാൻ ശബ്ദത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഹൃദയവിചാരത്തിലും താന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഞാനാണോ താഴേണ്ടത്? ഞാൻ മാത്രമാണോ താഴേണ്ടത്? കർത്താവ് എന്നെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. 3, അവൻ അനുസരണമുള്ളവനായിരുന്നു. ക്രൂശിനോളം അവൻ അനുസരണമുള്ളവനായിരുന്നു. മനം തകരുന്ന
വേളയിൽ മനോഭാവത്തിന് മാറ്റമില്ലാത്തവനായിട്ട് അവൻ ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥിപ്പാനായി കടന്നു പോകുന്നുണ്ട്. ശിഷ്യന്മാർ അപ്പോഴും ഉറങ്ങുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്, എന്നോടൊപ്പം അല്പസമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ലയോ എന്ന് നമ്മളോട് എത്രയോ തവണ കർത്താവ് ചോദിച്ചിട്ടുണ്ടാവും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, ചടങ്ങിനായിട്ട് പ്രാർത്ഥിക്കുക, ചൊല്ലിത്തീർക്കുക, അങ്ങനെയല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഉണർവോടുകൂടി പ്രാർത്ഥിപ്പാൻ. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അനുഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയാണോ? അങ്ങനെയെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നപ്പോൾ ആ മലയുടെ മുകളിൽ വെച്ച് കല്ലിനെ അപ്പമാക്കാൻ വന്ന് പറഞ്ഞവനോട് അപ്പത്തിന്റെ മുൻപിൽ അവൻ പതറിപ്പോകേണ്ടതല്ലേ? മുകളിൽ നിന്ന് താഴേക്ക് ചാടുവിനെന്ന് പറഞ്ഞപ്പോൾ അവനെ കാണിക്കുവാൻ വേണ്ടി അവൻ ചാടേണ്ടതല്ലയോ? വീണ് നമസ്കരിച്ചാൽ ഇവയെല്ലാം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവൻ മാറി നിൽക്കേണ്ടതയല്ലയോ? കാരണം അവൻ മറിയാമിന്റെ പുത്രനാണ്. അവൻ ചഞ്ചലപ്പെടേണ്ടവനല്ല. ഗത്സമനയിൽ രക്തം വിയർക്കുമ്പോഴും പുത്രൻ തമ്പുരാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഹിതമല്ല പ്രിയനെ, പിതാവേ അവിടുത്തെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം 33 വർഷങ്ങൾക്ക് മുൻപ് ഈ പുത്രൻ തമ്പുരാന്റെ അമ്മ ദൈവത്തിന്റെ ദൂതന്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ കാരണം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 40-ാം വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാനാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്. അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ മാത്രമല്ല, ഈ ലോകത്തിന്റെ പരീക്ഷണങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ തക്കവണ്ണം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ശോധനകൾ ഉണ്ടാകും, ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകും, മുള്ളുകൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, ഭാരങ്ങൾ ഉണ്ടാകും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ എന്തിനാ ഞാനിനി പ്രാർത്ഥിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവ് പറയുകയാണ്, ഏത് മനം തകർന്നിരിക്കുന്ന സമയത്തും ദൈവത്തോട് ചേർന്നിരിക്കുന്ന പുത്രൻ തമ്പുരാനെ നമുക്ക് കാണാൻ സാധിക്കും. കാൽവരിയിലേക്ക് നടന്നെടുക്കുവാൻ അവന് ശക്തി കൊടുത്തത് എപ്പോഴുമുള്ള മുടങ്ങാത്ത പ്രാർത്ഥനയായിരുന്നു. ക്രൂശ് മരണത്തിന്റെ തൊട്ടു മുൻപും രക്തം വിയർക്കുമ്പോഴും പുത്രൻ തമ്പുരാൻ പിതാവിന്റെ സന്നിധിയിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ, പ്രിയമുള്ളവരെ, ഈ വർഷത്തെ പെസഹ ഭക്ഷിച്ചിട്ടും ഇരുട്ടിലേക്ക് ഓടിപ്പോകുന്നവരാകാതെ, മടുത്തു പോകുന്നവരാകാതെ, മുറിവേറ്റ ക്രിസ്തുവിൻ്റെ കരത്തിൽ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പെസഹ അനുഗ്രഹിക്കപ്പെട്ട പെസഹയാകുന്നത്. ഈ പെസഹയിലെങ്കിലും കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ആചരിച്ച പെസഹ പോലെയല്ല, മാനസികമായിട്ട് നമുക്കും ആ മർക്കോസിന്റെ മാളികയിലായിരിക്കണം. ശുശ്രൂഷയിൽ ഉടനീളം എനിക്ക് വേണ്ടി ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ മനസ്സിനോട് താതാമ്യം പ്രാപിക്കണം. അവൻ്റെ ഹൃദയം നുറുങ്ങിയപ്പോഴും പ്രിയ ദൈവമേ, എന്നെ അവിടുന്ന് സ്നേഹിച്ചുമല്ലോ, എന്നെ അവിടുന്ന് കരുതിയല്ലോ എന്നോർത്ത് വിരിച്ചൊരുക്കപ്പെട്ടവരാകുവാൻ കർത്താവെ എന്നെ സഹായിക്കണമേ. ഞാനെന്ന ഭാവത്തെ മാറ്റി ഒരു എംപ്റ്റിനെസ്, ശൂന്യത എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ദാനധർമ്മത്തിലൂടെയും നിന്നോടടുത്ത് വന്ന് എൻ്റെ തളർച്ചയെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുറജാതിക്കാരി സ്ത്രീയുടെ വിശ്വാസം പോലെ, നായാണെങ്കിലും നിന്നോട് ഞാൻ ചേർന്നിരിക്കുമെന്ന് പറയുവാൻ തക്കവണ്ണം അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, കൂനിയെ നിവർത്തിയതുപോലെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. വിരിച്ചൊരുക്കപ്പെട്ടവളാകുവാൻ ഈ പെസഹായിൽ നമുക്ക് സാധിക്കണം. 2, താലത്തിൽ കൈയിടുന്നവൻ തന്നെ തന്നെ സൂക്ഷിക്കണം. ക്രിസ്ത്യാനി എന്ന മുദ്ര എന്നിലുണ്ടെങ്കിലും ക്രിസ്തുവിനോടൊപ്പം താലത്തിൽ കൈയിടുവാൻ മണിക്കൂറുകൾക്കകം നമ്മൾ ഒരുങ്ങുകയാണ്. ഈ പെസഹായിൽ കർത്താവെ, താലത്തിൽ കൈയിടുന്ന ഞാൻ ആ 12 പേരിൽ ആരെ പോലെയാണ്? അസാരം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ എൻ്റെ തലമുറയെ പുളിപ്പില്ലാത്തവരായി സൂക്ഷിപ്പാൻ തക്കവണ്ണം കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. 3, മനം തകരുമ്പോഴും മാറ്റമില്ലാത്ത മനോഭാവം. ജീവിതത്തിൻ്റെ കടുത്ത യാഥാർത്ഥ്യത്തിലും പിതാവാം ദൈവത്തെ പുത്രൻ തമ്പുരാൻ മുറുകെ പിടിച്ചതുപോലെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കേൾക്കാറുണ്ട്, ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ, തൻ്റെ രക്തത്താൽ ലോകത്തെ വീണ്ടെടുത്ത പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ, സകലത്തെയും പൂർത്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ. എന്നാൽ ഒരിക്കലെങ്കിലും കർത്താവെ, ഞാൻ നിന്നോടുകൂടെ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുവാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ കർത്താവെ, പരീക്ഷയിൽ അകപ്പെടാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഭവനത്തിലൊന്ന് താഴ്ന്നു കൊടുത്ത് ജീവിതത്തിലൊന്ന് വിട്ടുകൊടുത്ത് നിന്നെ പോലെ ആയിരിക്കാൻ ഈ പെസഹ മുതൽ
എൻ്റെ ആയുസ്സിൻ്റെ അവസാനം വരെ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡം ആകേണ്ടതിന് പഴയ പുളിമാവിനെ നമുക്ക് നീക്കിക്കളയാം. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റേത് കടന്നു പോക്കല്ല, കടന്നു വരവാണ്. ജീവന്റെ അപ്പമായ നാഥ, നീ എന്നിലേക്ക് കടന്നു വരുമ്പോൾ എന്നിൽ നിനക്കിഷ്ടമില്ലാത്ത ഭാവങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവിടുത്തെ ശിഷ്യന്മാരെ അവിടുന്ന് ചേർത്ത് പിടിച്ചതിലുപരിയായിട്ട് അവിടുത്തെ മകളായ എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, ഈ പെസഹായിൽ അവിടുത്തോടൊപ്പം ചേർന്നിരിക്കുവാൻ, ഈ വലിയ വെള്ളിയാഴ്ചയിൽ അവിടുത്തെ വേദനയുമായി താതാമ്യപ്പെടുവാൻ, അവിടുത്തെ ഒന്ന് എൻ്റെ ആത്മനയനങ്ങൾ കൊണ്ട് കാണുവാൻ, ഉത്ഥാന പെരുന്നാളിൽ പാപത്തിൽ നിന്നൊന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇന്നത്തെ പെസഹ ഭക്ഷിക്കുന്നത് എനിക്ക് മുഖാന്തരമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പം പുളിമാവ് നമ്മളെ മുഴുവൻ പുളിപ്പിക്കുകയും നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ തലമുറയെ പുളിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകലുന്നവരാക്കാതെ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എന്ന് കർത്താവ് തമ്പുരാൻ അവസാന നാഴികയിലും പോലും മനസ്സിലാക്കിയതുപോലെ ദൈവത്തോട് ചേർന്നിരുന്നാൽ അവൻ നമ്മോടും ചേർന്നിരിപ്പാൻ തക്കവണ്ണം ഈ പെസഹ പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു പെസഹ പെരുന്നാളും ക്രിസ്തുവിനോടൊപ്പമുള്ള നിമിഷങ്ങളുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. നമ്മെ ഇപ്രകാരം അനുവദിച്ച സർവശക്തനായ ദൈവത്തോടുള്ള കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അനുവാദം നൽകിയ അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. പരമല സെമിനാരി മാനേജർ വിനോദ് ജോർജ് അച്ഛനോടുള്ള പ്രത്യേക കടപ്പാടുകൾ അറിയിക്കുന്നു. നമ്മോടൊപ്പമായിരിക്കുന്ന അഭിഷിക്തന്മാരോട്, ശമാശന്മാരോട്, ഇത്രയും നേരം ക്രിസ്തുവിൽ ഒരുമിച്ചായിരുന്ന, ഓൺലൈനിലൂടെ ഓഫ്ലൈനിൽ കൂടെയും ഒരുമിച്ചായിരുന്ന എല്ലാവർക്കും കടന്നുപോക്കല്ല, ഇതവൻ്റെ കടന്നുവരവാണ്. ജീവന്റെ അപ്പമായവൻ നമ്മിൽ വസിച്ച് ഈ ലോകത്തിൽ ജീവിപ്പാൻ നമ്മളിലൂടെ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.